നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള നബിദിനാഘോഷം റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായില്ല എന്നതിന്റെ പേരിൽ നമ്മൾ ഈ കാണുന്ന രീതിയിലും രൂപത്തിലും ഭാവത്തിലും മുത്തുനബിന്റെ കാലത്ത് ഉണ്ടായില്ല എന്നതിന്റെ പേരിൽ ഒരു കാര്യം ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നാം തള്ളിപ്പറയേണ്ടി വരും. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നു ജമ്മുൽ ഖുർആൻ, പ്രസിദ്ധമായ ഖുർആൻ ക്രോഡീകരണം. അത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു കൊടുത്തു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, വഖദ് ഫഹിദ ഉമർ റളിയല്ലാഹു അൻഹു, നിശ്ചയമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരിക്കുന്നു, അന്ന തർക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅഹു ലാ ദലാലത ഫീഹി അലൽ മൻഇ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് ആ കാര്യം തെറ്റില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് കൊണ്ടാണ് റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശം നൽകിയത്. അപ്പൊ റസൂലുള്ളാഹി ഒരു കാര്യം ചെയ്തില്ല എന്ന് കരുതി, റസൂലുള്ളാഹി കാര്യം ഉപേക്ഷിച്ചു എന്ന് കരുതി, അത്തർക്കു ലൈസ ബിഹുജ്ജത്തിൻ ഫീ ശർഇനാ ലാ യഖ്തളി മൻഅൻ വലാ ഈജാബാ. റസൂലുള്ളാഹി ഒരു കാര്യം ചെയ്തില്ല എന്നുകൊണ്ട് ആ കാര്യം തെറ്റാണെന്ന് വരില്ല, ആ കാര്യം നിർബന്ധമാണെന്ന് വരില്ല. തെർക്ക് എന്നുള്ളത് ഉപേക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് അത് വുജൂബാണെന്നും കിട്ടുന്നില്ല, ഹറാമാണെന്നും കിട്ടുന്നില്ല. രണ്ടിനും തെളിവ് വേറെ വേണം. അപ്പൊ റസൂലുള്ളാഹി ചെയ്തില്ല എന്നതിന്റെ പേര് തള്ളാൻ പറയുന്നത് ശരിയല്ല. ഖുർആനിൽ എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അമാ ആതാക്കും റസൂൽ ഫഖുദു, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാക്കും, റസൂലുള്ളാഹി വിരോധിച്ച കാര്യങ്ങൾ, റസൂലുള്ളാഹി ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ഖുർആനിൽ എവിടെ എന്ത് പറഞ്ഞിട്ടില്ല? വമാ തറക്ക, നബി ഉപേക്ഷിച്ച കാര്യങ്ങളൊക്കെ ഫതുറുക്കു, അത് നിങ്ങൾ ഒഴിവാക്കണം. ഖുർആനിൽ എവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നൊക്കെ ചെയ്യണം. റസൂലുള്ളാഹി നിരോധിച്ചത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ഒഴിവാക്കണം. റസൂലുള്ളാഹി ചെയ്യാത്തതൊക്കെ ഒഴിവാക്കണം. എങ്ങനെ നിയമമില്ല, അങ്ങനെ ഖുർആനിലില്ല, ഹദീസിലില്ല. അത് ഇവരുണ്ടാക്കിയ റസൂല. അങ്ങനെയാണെങ്കിൽ എത്ര സംഭവങ്ങൾ മാറ്റിമറിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ മുജാഹിദ് ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ് തസ്ബീത്ത് ചെല്ലുക എന്നുള്ളത്. തസ്ബീത്ത് അല്ലേ? തസ്ബീത്ത് എങ്ങനെ? ഒരാളെങ്ങനെ എണീറ്റ് നിൽക്കും, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അപ്പൊ എല്ലാവരും ഏറ്റവും ചെല്ലും അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അത് സുന്നി ചെയ്യുന്നുണ്ട്, മുജാഹിദും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ തസ്ബീത്ത് റസൂലുള്ളാഹിനെ നടത്തുന്നുണ്ടോ? ഇല്ല. സഹാബത്തിനെ നടത്തുന്നുണ്ടോ? ഇല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തില്ല എന്നതിന്റെ പേരിൽ തെറ്റാവുകയാണെങ്കിൽ തസ്ബീത്തും മാറ്റി നിർത്തണ്ടേ? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് സക്കരിയ സലാഹിനെ പറയട്ടെ. സക്കരിയ സലാഹി പറയുന്നുണ്ട് തസ്ബീത്ത്. ആ സൗണ്ട് കൊടുക്കും, അതിന്റെ സൗണ്ട് കൊടുക്കണോ? ഓക്കെ. തസ്ബീത്തിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. തസ്ബീത്തിന് പ്രത്യേക രൂപം നബി പഠിപ്പിച്ചിട്ടില്ല. ഇസ്തഗ്ഫിറൂ ലി അഖീകും ഫസലൂ ലഹു തസ്ബീത്ത്. നിങ്ങളെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കല്ല ചോദിക്കണം. അദ്ദേഹത്തിനെ ചോദ്യ സമയത്ത് ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇതിന് പ്രത്യേക രൂപം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ
സ്വഭാവം എന്താ അറിയോ? എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സാധാരണ സൂറത്ത് ഓതുന്ന സ്ഥലത്തൊക്കെ ഒരു സൂറത്ത് ഓതും, അത് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസും ഓതും. നബി എങ്ങനെ ഓതാറുള്ളത്? ഫാത്തിഹ ഒരു സൂറത്ത് ഓതും, അത് ചില ദിവസം സൂറത്തുൽ ഇഖ്ലാസ് ആവാം, എന്നും സൂറത്തുൽ ഇഖ്ലാസ് ഒന്നുമില്ല. ഈ സഹാബിയോ എന്ന് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാലും ഒരു സൂറത്ത് സാധാരണ പോലെ നബി ഒന്ന് പോലെ ഓതും, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്ട്രാ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ആ മുഅ്മിൻ വന്നിട്ട് പറഞ്ഞു, ഇമാമിനോട് പറഞ്ഞു, ഇമാം നിങ്ങൾ ആ ശൈലി ഒന്നും മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ നബി താരിക്കിഹ, ഞാനത് ഒഴിവാക്കൂല. ഈ നഹബത്തും നിങ്ങൾക്ക് ഞാൻ ഇമാമൊക്കെ പൂജുണ്ടോ? ഞാൻ അങ്ങനെ ഓതും. ഇല്ലേ പിരിച്ചിട്ടോളി. മൂല്യൊരു കാര്യം തുറന്നു പറഞ്ഞു. അങ്ങനെ ചില മൂല്യന്മാരുണ്ടാവല്ലോ, ഉള്ള തുറന്നു പറഞ്ഞു. ഇവർക്കാണെങ്കിലോ ഈ ഇമാമിനോട് ഏറെ താല്പര്യമാണ്, ഏറെ ഇഷ്ടമാണ്, പിരിച്ചുവിടാൻ തോന്നുന്നില്ല. ഹദീസിൽ അങ്ങനെ തന്നെയാണുള്ളത്. അവരാണെങ്കിൽ അദ്ദേഹത്തെ വക്കാനോ യറൗന അന്നഹു മിൻ അഫ്ളലിഹിം, അവരെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനായിട്ടാണ്, ഏറ്റവും നല്ലൊരാളായിട്ട് കണ്ടിരുന്നുകൊണ്ട് പിരിച്ചുവിടാൻ തോന്നില്ല. അവസാനം എന്ത് ചെയ്തു? എവിടുന്നാ പറഞ്ഞത്? സുന്നിമാരെന്നല്ല പറഞ്ഞേക്കാം. എന്നായിരിക്കും മുത്തുനബി അല്ലേ പറഞ്ഞയച്ചാൽ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, നബിയോട് പറഞ്ഞു, ഞങ്ങൾ ഇമാം എങ്ങനെ കുഴപ്പമുണ്ട്, എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ കഴിഞ്ഞ് എങ്ങനെ ഓതുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ ഫുലാൻ മാ യംനകം തഫ്അല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക. തന്റെ അനുയായികൾ പറയുന്നത് പോലെ എന്തേ നിസ്കാരത്തിൽ ഒരു സൂറത്ത് മാത്രം ഓതിയാൽ പോരെ, എന്തിനാണ് സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെ ആവർത്തിതമായി ഓതുന്നത്? നബി എന്താ പറയേണ്ടത്? ഇവര് പറഞ്ഞ പ്രകാരം നബി എന്താ പറയേണ്ടത്? എടാ ഞാനത് ചെയ്യാറില്ലല്ലോ, ഞാൻ ചെയ്യാത്തൊക്കെ ബിദഅത്തല്ലേ, വക്കുല്ല ബിദഅത്തി ലലാല, എല്ലാ ബിദഅത്തും പിഴച്ചല്ലടാ, നീ പിഴച്ചവനാണ്, നരകത്തിലെ പോള പള്ളിക്ക് പറ്റൂല പറയണ്ടേ റസൂലുള്ളാഹ്. നബി അങ്ങനെ പറഞ്ഞില്ല, കാരണം നബി കേനമിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി പറഞ്ഞില്ല. നബി ചോദിച്ചു, മോനെ നീ എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? ആ സഹാബിയുടെ മറുപടി നോക്കും നിങ്ങൾ. നബിയേ യാ റസൂലല്ലാഹ് ഇന്നഹാ സിഫത്തുർ റഹ്മാൻ ഇന്നി ഉഹിബ്ബുഹാ. നബിയേ ആ സൂറത്തുൽ ഇഖ്ലാസ് അത് സിഫത്തുർ റഹ്മാൻ, റബ്ബിന്റെ വിശേഷണമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇന്നി ഉഹിബ്ബുഹാ, ആ സൂറത്തിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, സൂറത്തിനോട് എനിക്ക് വല്ലാത്ത താല്പര്യമാണ് നബിയേ, വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് എവിടെ ചെന്നാൽ ഒരു ഫാത്തിഹ ഓതുന്ന സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പൂജി, അല്ല ഒരു മരണം വിട്ടുപോയ അൽ ഫാത്തിഹ, ജനിച്ചെടുത്തുന്ന ഒരു അൽ ഫാത്തിഹ, ഒരു പെരക്ക് ഉറ്റടിക്കണമെങ്കിൽ ഒരു അൽ ഫാത്തിഹ ഓതും. ഒരാള് വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ അവിടെ പോയാൽ അൽ ഫാത്തിഹ അല്ലേ? ഇവര് കളിയാക്കി, എന്തിനാണ് എല്ലായിടത്തും ഫാത്തിഹ ഓതുന്നത്? നമ്മളിതിഷ്ടപ്പെടുന്നു. സക്കരിയ സലായി കളിയാക്കി സുന്നികളെ കൊണ്ട് നടക്കാൻ പറ്റണില്ല, എവിടെ നോക്കിയാലും ഫാത്തിഹ ഓതാണ്. എന്തോ ഓതാണ്? ഫാത്തിഹ ഓതാണ്. കേട്ടോളൂ നിങ്ങൾ അയാൾ പറയണം. എത്ര സ്ഥലത്ത് അനങ്ങാനൊക്കെ മനുഷ്യന്മാരെ, ഒരാൾ ദുബായി പോകാണെങ്കിൽ അന്നൊരുക്കും അവിടെ അൽ ഫാത്തിഹ, പെരക്ക് കുറ്റിയടിക്കുക അൽ ഫാത്തിഹ, പെരക്ക് കട്ടിൽ വെക്കുമ്പോ അൽ ഫാത്തിഹ, പുതിയ പെരയിൽ കൂടുമ്പോ അൽ ഫാത്തിഹ, അജ്ജിന് പോകുമ്പോ അൽ ഫാത്തിഹ, പുതിയ ഇറങ്ങിയ അൽ ഫാത്തിഹ, പുതിയ ഇറങ്ങിയ അൽ ഫാത്തിഹ, അജ്ജിന് പോകുമ്പോ അൽ ഫാത്തിഹ, തീരുവാനും മറിയാനായിക്കോല. എന്താ കുറ്റം? ഫാത്തിഹ ഓതാണ്. വേറൊരു കുറ്റമല്ല, നമ്മൾ ഫാത്തിഹ ഓതാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് ഇവർക്ക് പറ്റിപ്പോയി? ചരിത്രത്തിൽ കാണാം, റന്ന ഇബ്ലീസ് അർബഅ റന്നാത്ത്, ഇബ്ലീസ് 4 വട്ടാണത്തിലെ പൊട്ടിക്കരഞ്ഞത്. എപ്പോഴൊക്കെ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്? ഒന്ന് ഹീനല്ലോ ഐന, ഇബ്ലീസിനോടടാ ഇന്നക റജീ, നീ ശപിക്കപ്പെട്ടവനാണ്, നീ ഒറ്റപ്പെട്ടവനാണ്, വഹാബിയാണ് ചില ആൾക്കാർ പറയില്ലേ, എന്ന പോലെ പറഞ്ഞപ്പോ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. ചില ആൾക്കാർക്ക് വഹാബിയാണ് ഭയങ്കര അടങ്ങാറാണല്ലോ, അതിന്റെ ആൾക്കാരായിരിക്കും. പണ്ടുങ്ങൾക്ക് അറിയൊക്കെ ഇന്ത്യയിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഹാബി എന്ന് വിളിച്ചതിന് പേരിൽ കേസ് കൊടുത്തൊരു മുജാഹിദ്, വഹാബി എന്ന് വിളിക്കാൻ പാടില്ലാറുണ്ട്. പോലെ അതിനല്ല സാധനം. ഇയാൾ ശപിക്കപ്പെട്ടവനാണ് പറഞ്ഞപ്പോ കരഞ്ഞു. 1, 2 ഹീന ഉഖ്രിജ, അവനെ സ്വർഗത്തിന് പുറത്താക്കിയപ്പോ അന്നും കരഞ്ഞു. 3ാമത് എപ്പോഴും കരഞ്ഞത് ഹീന ഉലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ജന്മദിനത്തിന്റെ അന്നും ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. ഇന്ന് കണ്ടില്ലേ, റബ്ബിലെ ലാബക്കിന് മറ്റൊരു കരച്ചിൽ തുടങ്ങും, ഭയങ്കര കരച്ചിലാണ്. 4ാമത് ഇബ്ലീസ് കരഞ്ഞപ്പോഴാ ഹീന ഉൻസിലത് സൂറത്തുൽ ഫാത്തിഹ, അൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ ഇബ്ലീസ് കരഞ്ഞു. നമ്മള് ഒരു കല്യാണം വിട്ടു പോയാല് പള്ളിയിൽ ഉസ്താദ് നിട്ട്, അവിടെ മുജാഹിദും സുന്നി എല്ലാവരും ഉണ്ടാകും. ഉസ്താദ് നിട്ട് എന്നാ പുതിയ എപ്പോഴും ഇറങ്ങല്ല, ഇറങ്ങ അൽ ഫാത്തിഹ. നമ്മളൊക്കെ ഭയങ്കര ആവേശത്തിൽ ഫാത്തിഹ, അപ്പൊ ഇവരെ മുഖത്ത് കൊണ്ട് അല്ലേ? എന്ത് പറ്റിപ്പോയി? നമ്മൾ ആ ഫാത്തിഹയെ ഇഷ്ടപ്പെടുന്നു.
അപ്പൊ ഗ്രഹിക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും. നബി അങ്ങനെ ചെയ്തു. ഈ സഹാബി പറഞ്ഞ വാക്ക് കണ്ടോ? നബിയേ ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലുള്ളാഹ്, സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, വല്ലാത്ത താല്പര്യമാണ് നബിയേ. ഇന്നഹാ സിഫത്തുർ റഹ്മാൻ. സൂറത്തുൽ ഫാത്തിഹ റബ്ബിന്റെ വിശേഷണമാണല്ലോ, അല്ലാഹനെ കുറിച്ച് പറയുന്ന സൂറത്താണല്ലോ. അതുകൊണ്ട് നബിയെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ നബി എന്താ പറഞ്ഞത്? ഇഷ്ടക്കൊക്കെ നമ്മളില്ലാത്തൊരിഷ്ടം വേണ്ട, ഞാൻ ചെയ്യാത്തൊന്നും ചെയ്യാൻ പാടില്ല, അത് ഇഷ്ടത്തിന് പുറത്താണ്, അത് ബിദ്അത്താണ്, ഇനി മേലിൽ ആവർത്തിക്കരുത് പറഞ്ഞോ. ജസ്റ്റ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്വീകരിച്ചിരുന്നു. ഇതെന്തേ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം, സഹാബത്ത് എല്ലാവരും ചെയ്യാത്തൊരു കാര്യം ഒരു സഹാബി ചെയ്തപ്പോ, സഹാബത്തിന്റെ കാരണം പറഞ്ഞപ്പോ എന്തേ റസൂൽ പറഞ്ഞു? മോനെ ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലക്കൽ ജന്ന. മോനെ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ താല്പര്യം നിന്നെ സ്വർഗത്തിൽ കിടത്തട്ടെ. അശറഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ താല്പര്യം നിന്നെ സ്വർഗത്തിൽ കിടത്തട്ടെ. ആ ഒരു പ്രതീക്ഷ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോഴും ഇന്നി ഉഹിബ്ബുഹാ, നമ്മൾ ഇതിനിഷ്ടപ്പെടുന്നു. ഏനിഷ്ടപ്പെടുന്നു? ഫാത്തിഹ ഇഷ്ടപ്പെടുന്നു. അതല്ലേ മദ്ഹ് കീർത്തനം കൊണ്ടൊക്കെ ഉള്ളത് അല്ലേ? റസൂലുള്ളാഹിന്റെ പേരിലിങ്ങനെ മദ്ഹ് പാടുമ്പത്തിൽ ആനന്ദമാണ്. ചെറിയ കുട്ടികൾ ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ, റസൂലുള്ളാഹിനെ കുറിച്ച് പാടുമ്പോ കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ്, എന്തൊരാഹ്ലാദമാണ്. നബിക്ക് അങ്ങനെയല്ലായിരുന്നു അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ മദീനത്തേക്ക് ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലല്ലേ കയറി ചെല്ലുന്നത്. റസൂലുള്ളാഹിനെ കണ്ടപ്പോ മദീനത്തെ കുട്ടികൾ ദഫെടുത്തില്ലേ, മുട്ടിയില്ലേ, പാട്ടുപാടിയില്ലേ? തലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. നമ്മൾ പാടുന്നത് പോലെ അല്ല, അവർ പാടിയതുപോലെയാണ് നമ്മളിപ്പോൾ പാടുന്നത്. ഒക്കെ നിങ്ങൾ തലഅൽ ബദ്റു അലൈന, 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശമുള്ള പുണ്യനബിയെ അങ്ങ് ഞങ്ങളിലേക്ക് വെളിവായിരിക്കുന്നു. അശ്റഖൽ ബദ്റു അലൈന, രണ്ടിന്റെയും അർത്ഥം എന്താ? ഒന്ന് തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞെന്താ? മദ്ഹ് പറയേ. മദ്ഹ് പറയാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഒരു മൗലവി പ്രസംഗിച്ചത് എങ്ങനെ? മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. ബാലുശ്ശേരിക്കാരൻ പറഞ്ഞ അങ്ങനെ മദ്ഹ് അങ്ങനെ പറയാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, അതിന് ഇസ്ലാമില്ല. ഇവർക്ക് എന്താ ഇപ്പൊ ഇസ്ലാം ഉള്ളതാണാവോ? എന്താ ഇസ്ലാം ഉള്ളത്? പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടാൻ പറഞ്ഞതപ്പോ ഇസ്ലാം ഉള്ളത്? ഖുത്ബ മലയാളത്തിൽ പോകാൻ പറഞ്ഞതോ? ഖുത്ബിന്റെ കഥ പറയാതിരിക്കുന്നുള്ളത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അറിയോ? നമ്മളെ ഖുത്ബ കൊണ്ടുള്ള ഇപ്പത്തെ അവസ്ഥ എന്താണ്? ആര് ഇവരെഴുതാണ്? ഇപ്പതാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു നമ്മളെ മിമ്പറിന്റെ ഒക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ വായിച്ചുതരാം. പവിത്രമായ മസ്ജിദ് മിമ്പറുകൾ തരംതാണ സംഘടനാ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. വെള്ളിയാഴ്ചയിലെ 2 ഖുത്ബകൾ മിക്കവാറും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന സംഘടനാ പരിപാടികളുടെയും പൊതുസംഗമങ്ങളുടെയും വിശദ വിവരങ്ങളും അവിടങ്ങളിൽ പരമാവധി ആളുകൾ പങ്കെടുക്കുന്നതിന്റെ ആവശ്യകതയും സംഘടനാ മെമ്പർഷിപ്പുകളുടെ പ്രാധാന്യങ്ങളും വിളംബരം ചെയ്യുന്ന ഒരു അതപ്പതിച്ച വേദിയായിട്ട് മിമ്പർ മാറി. വെള്ളിയാഴ്ച മിമ്പറിലപ്പത്തെ അവസ്ഥ എന്താണ്? മിമ്പറിൽ എന്താ നടക്കുന്നത്? അടുത്ത ഒരാഴ്ചക്കുള്ള മുജാഹിദിന്റെ സമ്മേളനം എവിടെയൊക്കെ നടക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് ഖുത്ബ തുടങ്ങാം. അൽഹംദുലില്ലാഹ് പറയാൻ പറ്റില്ല, ദൈവത്തിനാണ് സർവ്വസ്തോത്രവും. അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലായിക്കൊണ്ട് ചൊവ്വാഴ്ച കോഴിക്കോട് പ്രോഗ്രാം ഉണ്ട്, ബുധനാഴ്ച മലപ്പുറത്ത് പ്രോഗ്രാം ഉണ്ട്. ഖുത്ബാണ് അത്രയുള്ള ഖുത്ബാറിന്റെ പ്രസംഗാമ തിരിയുന്ന ഭാഷയിലായാൽ മതി. ഇപ്പൊ അടുത്ത സംഭവം ഉണ്ടായല്ലോ, ഖുത്ബോധി ഒരു മൗലവി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? കുറ്റ്യാടിൽ നമ്മളെ സമ്മേളനം നടക്കുന്നത്, ഖുർആൻ ഹദീസ് ട്രെയിനിങ് സ്കൂളിലെ വാർഷിക സമ്മേളനം നടക്കുന്നത്, എല്ലാവരും പങ്കെടുക്കണം. അപ്പൊ ജിന്നൂരിക്കാരനടുത്ത് ഒരാൾ സദസ്യരുണ്ടായിരുന്നു. അവൻ എനിക്ക് പറഞ്ഞു, അല്ല മൗലവി കുറ്റ്യാടിൽ മാത്രമല്ലല്ലോ മുക്കത്തും സമ്മേളനം നടക്കുന്നത്, അവിടേക്കും എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര ഖുത്ബാറിനെ തിരിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഒരുത്തം പറഞ്ഞു അവിടെ മാത്രമല്ല അതേ ഡേറ്റിന് കാസർകോട്ട് മടവൂരിയുള്ള സമ്മേളനം നടക്കുന്നുണ്ട്. ഒരു പള്ളിയിൽ 3 ഖുത്ബ. എവിടേക്കാണ് ഈ സമുദായത്തിൽ കൊണ്ടാണ്? സക്കരിയ സലാഹി പ്രസംഗിക്കുന്നുണ്ട്. എന്താ ഇപ്പൊ നമ്മളെ ഖുത്ബയൊക്കെ? നമ്മളെ ഖുത്ബന്റെ അവസ്ഥ എന്താ? ഓരോരുത്തർ തെങ്ങുമ കയറാൻ വരുന്നത് പോലെ ഖുത്ബക്ക് വരുന്നത് എന്നാണ്. ഫാൻസ് ഇട്ടിട്ട് ഇൻസൈഡ് മേൽ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് എന്താ നമ്മുടെ ഖുത്ബന്റെ അവസ്ഥ? ഇതൊക്കെ ഖുത്ബയാണോ?
ഇതൊക്കെ പണ്ടേ നമ്മൾ ചോദിച്ചതല്ലേ. നോക്ക് നിങ്ങൾ എത്ര വ്യക്തമായിട്ട് അതിൽ പറയണത്. വളരെ ഇത് പറയണേ. എന്താ ഈ അനൗൺസ്മെന്റ് നമസ്കാര ശേഷമാക്കിക്കൂടെ? കേവലം ഒരു അനൗൺസ്മെന്റായി നമ്മുടെ ഖുത്ബ മാറിയില്ലേ? സമ്മേളനങ്ങൾ അനൗൺസ്മെന്റ് ആയിട്ട് എന്ത് മാറി? ഖുത്ബ മാറി. എവിടേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് മാത്രമേ ഖുർആനിലുള്ളൂ. മദ്ഹ് പറയണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൗലവി പറയട്ടത്. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് തന്നെ പറയുന്നത്. ആധികാരികറിയോ? ഇന്ന് പറഞ്ഞ നാളെ തിരുത്തുന്ന ആളെ മുപ്പരാണ് ആധികാരികമായിട്ട് പറയണത്. ഭയങ്കര ആധികാരികല്ലേ. അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് ചെന്നപ്പോ സഹാബത്തിന്റെ കുട്ടികളതാ പാട്ട് പാടുന്നു. റസൂലുള്ളാഹിനെ വർണ്ണിച്ച് പാടുകയാണ്. എന്തൊക്കെയാ പാടിയത്? അപ്പൊ എന്തേ റസൂലുള്ളാഹി പറഞ്ഞത്? ഇല്ല, മദ്ഹ് പറയാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല. ചെയ്തു പോകരുത്, ശിർക്ക് വിദേഹത്ത് പറഞ്ഞില്ല. ആ ദപ്പുമുട്ടുന്ന കുട്ടികളിലേക്ക്, പാട്ടുപാടുന്ന കുട്ടികളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിച്ചെല്ലുകയാണ്. ആ കുട്ടികളോട് ചോദിക്കുന്ന കുട്ടികളെ, അത്തുഹിബ്ബൂനനീ, നിങ്ങൾക്കെന്നെ ഇഷ്ടമുണ്ടോ? എന്താ നബിന്റെ ചോദ്യം നോക്കുങ്ങള്. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ആ കുട്ടികൾ ആനന്ദതുല്യരായി പറഞ്ഞു, നബിയേ വല്ലാഹി ഇന്നാ നുഹിബ്ബുക യാ റസൂലല്ലാഹ്. അത് നബിയേ, അല്ലാഹുവാണ് സാക്ഷി, അങ്ങയെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതല്ലേ മുട്ട്, അതല്ലേ പാട്ട് എന്ന് നിലക്ക് ആ കുട്ടികൾ പറഞ്ഞു, നബിയേ അങ്ങയോട് വല്ലാത്ത താല്പര്യമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ നബി എന്തേ പറഞ്ഞത്? ഇഷ്ടം എന്ന് പറഞ്ഞത് ദപ്പൂട്ടരല്ല, ഇഷ്ടം നിറഞ്ഞ പാട്ട് പാടല്ല. അതുകൊണ്ട് മുട്ടല്ലേ, പാടല്ലേ, ആ ദഫ് വലിച്ചെറിയൂ, പാട്ട് നിർത്തൂ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടികളോട് എന്തേ പറഞ്ഞത്? ദഫ് മുട്ടിയ കുട്ടികളോട്, പാട്ടുപാടിയ കുട്ടികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. സീറത്ത് ഇബ്നു കസീറിൽ ഇത് കാണാൻ കഴിയും, അൽ ബിദായത്ത് വന്നിഹായയിൽ ഈ സംഭവം കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ എന്തേ പറഞ്ഞത്? ആ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ വല്ലാഹി ഇന്നി ഉഹിബ്ബുക, വല്ലാഹി ഇന്നി ഉഹിബ്ബുക, വല്ലാഹി ഇന്നി ഉഹിബ്ബുക ഖാലഹാ സലാസ മർറാ. 3 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ പടച്ചവനാണ് സാക്ഷി, നിങ്ങളെനിക്കിഷ്ടമാണ്, അള്ളയാണ് സത്യം, നിങ്ങളെനിക്കിഷ്ടമാണ്, റബ്ബ് കാണുന്നുണ്ടല്ലോ, അവൻ തന്നെയാണ് നിങ്ങളെനിക്കിഷ്ടമാണ്. ആരെ? ദഫ് മുട്ടിയ കുട്ടികളെ, പാട്ടുപാടിയ കുട്ടികളെ. ഇവർ പറയണോ പൊട്ടാൻ പറ്റൂല. അപ്പൊ ചോദിക്കും റസൂലുള്ളാഹിന്റെ കാര്യത്തുണ്ടോ, നബരീദൊക്കെ റസൂലുള്ളാഹിന്റെ കാര്യത്തുണ്ടോ? ഇവരിപ്പോ പെരുന്നാൾ ആഘോഷിച്ച് എങ്ങനെ ആഘോഷിച്ച്? അതൊക്കെ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ആഘോഷിച്ച്? ബലൂണ് പൊട്ടിച്ചിട്ട്. മുത്തുനബി എത്ര ബലൂണ പൊട്ടിച്ചത്? അല്ല, അതും വേണ്ട അറിയാം. അല്ലാഹുവിന്റെ റസൂൽ ബലൂൺ പൊട്ടിച്ചിട്ടുണ്ടോ? ആ പെരുന്നാൾ ആഘോഷിക്കുക 2 മുജാഹിദിന്റെ നേതാക്കന്മാർ നിന്ന് പൊട്ടിക്കണല്ലോ നിങ്ങള്. കൊടുക്ക് പോട്ടെ പ്ലീസ് നോട്ട്. എന്ത് നമ്മളൊക്കെ വിശുദ്ധമായ റബീഉൽ ലെവലിന് കുട്ടികളെ ഖിറാഅത്ത് മനസ്സിൽ നടത്തുമ്പോൾ ജഡ്ജസ് നോക്കണം കേട്ടോ, നല്ല ഓത്താണ്. ഇവരോ ജഡ്ജസ് നോക്കണം. എന്താ വിഷയം? ബലൂൺ പൊട്ടിക്കാണ്. ഖുർആനിൽ പറഞ്ഞല്ലേ, ഖുർആനില് 38-ാമത്തെ അധ്യായം 48-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ ഖുർആൻ എന്ത് പറഞ്ഞു? ബലൂൺ പൊട്ടിക്കാൻ. എത്ര സ്ഥലത്താറോ സഹീഹുൽ ബുഖാരിന്റെ ഒരു അധ്യായം തന്നെ ബലൂൺ പൊട്ടിക്കല ഉണ്ടോ? ഇവർക്ക് എന്തു ആവാം അല്ലേ? പൊട്ടട്ടെ കുറച്ച് പൊട്ടിക്കോട്ടെ. അപ്പുറത്തൊക്കെ ശരിയായിക്കോട്ടെ, വലിയ സുന്നത്തെ കാര്യല്ലേ, എന്നൊക്കെ നേരെ പൊട്ടട്ടെ. എന്തൊരു ആവേശം നോക്കി നിങ്ങളെ പൊട്ടിക്കാനേ. ഒരു കുഴപ്പമില്ല. ജിദ്ദ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച പ്രോഗ്രാമാണ്, ഒരു പ്രശ്നവുമില്ല. അവർക്ക് എന്തു ആവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ബലൂൺ പൊട്ടിക്കാം, എന്തു ആവാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വിളക്കെത്തിക്കാം, ഒരു കുഴപ്പം അവർക്കില്ല. ഇനി വേറെ ടീം, ഇത് ഒരു വിഭാഗം അവരെ പെരുന്നാൾ ആഘോഷിച്ച് എങ്ങനെ വായ കയറൽ മത്സരം. വായമ കയറിട്ടെ. അള്ളാഹുവിന്റെ റസൂൽ എത്ര വായമ കയറി അറിയോ? നബി കയറി വായത റോവസ്റ്റ, നേന്ത്രപ്പഴ,
പൂവൻ പഴമ, ഏതാണ് അല്ലാഹു അഅലം. ഒന്ന് വായകയർ മത്സരം, രണ്ടാമത്തെന്താ അവരെ പ്രോഗ്രാം നോക്കും നിങ്ങൾ. മറ്റൊന്നെന്താ തീറ്റ മത്സരം. നമ്മളൊന്ന് മൗലൂദ് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ വീട്ടുകാരൻ തരുമ്പോൾ ഇന്ന് പോയ ഷിർക്ക് വിദേഹത്ത്. ഇവരോ തീറ്റ മത്സരം നടത്തിയ സുന്നത്ത്. തീറ്റ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മല്ലേ റപ്പായിയൊക്കെ, റപ്പായിന്റെ പിൻഗാമിയായ സുന്നത്ത്. നമ്മുടെ മദീനത്തെ കുട്ടികളെ പിൻഗാമികളായിട്ട് ദപ്പ് മുട്ടിയ വിദേഹത്ത്. ഏതാ വേണ്ടത്? അടുത്തതോ മറ്റൊരു പ്രോഗ്രാം എന്താ? കലം ഒടക്കൽ. അള്ളാഹൻ റസൂൽ കലൊടക്കാരനറിയില്ലേ? കണ്ണ് കെട്ടിപ്പോവുക. അള്ളാഹൻ റസൂൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞപ്പോ സിദ്ദീഖ് അള്ളാഹിന്റെ തുണിയുടെ ഒരൊറ്റ കെട്ട അബൂബക്കർ ഉമർ അള്ളാഹിന്റെ വടിയിട്ട് വന്നു, ഇത് കൊടുത്തു. ആ പോയിട്ട് അടിക്കുന്ന നബിയെ അള്ളാഹൻ റസൂലിനെ തപ്പി 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 എടെ കലത്തുമേ. എത്ര കലാമത്ത് നബി ഉടച്ചതറിയോ? ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലേ ഇതുണ്ടായിട്ടില്ലേ? റവാഹു മലയാള മനോരമ. ഞാൻ സനദില്ല എന്ന് പറയണ്ട, ഞങ്ങൾ സനദിന്റെ ടീമാണ്. ഇല്ല അറിയാൻ പറ്റുമോ? പൊട്ടിച്ചില്ലേ പറയാൻ പറ്റുമോ? ഇപ്പൊ അൽഹംദുലില്ലാ ചെറിയ മാറ്റങ്ങൾ. ആ വായ കയറുന്ന മത്സരം കണ്ടോളൂ നിങ്ങള്. വായ കയറല് ഒക്കെ നടക്കുക, ഒരു കുഴപ്പമില്ല. അള്ളാഹ് റസൂലിന്റെ പേരിലൊരു മദ്ഹ് പറഞ്ഞ ഷിർക്ക്, എന്നിട്ട് പറയാം അത് ബിദ്അത്താണ്, ഷിർക്കാണ്, കുഫറാണ്, പൈശാചികാണ്. ഇനി ഡിക്ഷണറിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ്. എവിടുന്നാണ് ഇവരെ ദീനി വരുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പെട്ടുപോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്തില്ല എന്നതിന്റെ പേരിൽ, അതല്ലെങ്കിൽ സഹാബത്ത് ഒരു കാര്യം ചെയ്തില്ല എന്നതിന്റെ പേരിൽ, അതല്ലെങ്കിൽ പൂർവികരായ ഒരാൾ കാര്യം ചെയ്തില്ല എന്നതിന്റെ പേരിൽ മാത്രം ആ കാര്യം തെറ്റാണെന്ന് വരില്ല. റസൂൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ? കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തും ദലാലത്താണെന്ന അതിന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടില്ലേ? ഇമാം നബവി റഹ്മഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി പറഞ്ഞല്ലേ, കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ആദാ ആമൻ മഖ്സൂസ്. വളരെ വ്യക്തമായി കൊണ്ട് ഇമാം നബവി റഹ്മഹുല്ലാഹ് പറഞ്ഞല്ലേ, പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് ഉദ്ദേശം എല്ലാ ബിദ്അത്തും എന്നല്ല. എല്ലാ ബിദ്അത്തും രണ്ടർത്ഥത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ചില പണ്ഡിതന്മാർ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതിനെ കുറിച്ചാ? പിഴച്ചിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ എല്ലാ ബിദ്അത്തും എന്ന് പറഞ്ഞാൽ പിഴച്ച എല്ലാ ബിദ്അത്തും. ഇതുപോലെ കുല്ലു സഫീനത്തിൻ നസ്ബ, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, ആ രാജാവ് എല്ലാ കപ്പലും പിടികൂടും. അതുകൊണ്ടാണ് ഖിദ്ർ അലൈഹിസ്സലാം ആ കപ്പൽ കേടിരുത്തിയത്. എല്ലാ കപ്പലും പിടികൂടുമെങ്കിൽ ഇതിന്റെ കപ്പൽ കേടിരുത്തേണ്ട ആവശ്യം? അവിടെ എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? എല്ലാ കപ്പൽ എന്ന് പറഞ്ഞാൽ സഫീനത്തിൻ സ്വാലിഹ, നല്ല കപ്പൽ കണ്ടാൽ രാജാവ് പിടികൂടും. അതുകൊണ്ട് കേടുവരുത്തിയാൽ ആര് പിടികൂടൂല? പക്ഷെ ഖുർആൻ പറഞ്ഞ ശൈലി എങ്ങനെയാ? എല്ലാ കപ്പലും. അത് ഖുർആന്റെയും ഹദീസിന്റെ പ്രയോഗം പഠിക്കണ്ടേ? ഈ പ്രയോഗം പഠിക്കാത്തത് കൊണ്ട് കുല്ലു ബിദ്അത്തിൻ ദലാല. പിന്നെ മൗലവി എന്താ പറഞ്ഞത്? മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു റദ്ദുൻ. മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു റദ്ദുൻ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്ത ഒന്നിനെ ഒരാൾ പുതുതാക്കി കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ്. അങ്ങനെ അർത്ഥം തന്നെ ഹദീസിനില്ല. എന്താ ഹദീസിനർത്ഥം? മൻ ഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ദീൻ വിഷയത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ എന്തിനെ? മാ ഒന്നിനെ, ലൈസ ആ ഒന്നല്ല, മിൻഹു ദീനിൽപ്പെട്ടതല്ല, ദീനുമായിട്ട് യോജിക്കാത്ത ഒന്നിനൊരാൾ പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതല്ലെങ്കിൽ മദ്രസയ്ക്ക് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? കോളേജ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? മാർസന്റെ റസൂലുള്ളാഹിന്റെ കാലത്ത് നേരം കൊടുക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു ഖിയാത്തും അഖ്ലാഖും ഫിഖും പിടിച്ചിങ്ങനെ വരിക. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആചാരപ്പെട്ടിക്കും വടിയിട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് റസൂലുള്ളാഹി പേര് വിളിക്കുക, സിദ്ദീഖ് ഹാദിർ, ഉമർ ഫാറൂഖ് ഹാദിർ, ഉസ്മാൻ അഫ്ഫാൻ ഹാദിർ, അലി ഹാദിർ. ഉണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? 7 മണിക്കിന് ബെല്ലടിക്കുക, ദീനിയാത്തിൽ 3/4 മണിക്കൂർ, ഫിഖ് 3/4 മണിക്കൂർ. ഉണ്ടോ? നബിന്റെ കാലത്തുണ്ടോ? ഇവരെ സമ്മേളന റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അതിപ്പോ അത് ഒരു മോളല്ല. അതൊക്കെ ഒരു കുഴപ്പമില്ല. ഒരു നബിദിനം ആഘോഷിക്കുമ്പോഴേക്ക് തെറ്റ്. ഇപ്പതാ ഒരു മൗലവി പ്രസംഗിച്ചു കഴിഞ്ഞു. എന്താ പ്രസംഗിച്ചത്? അതിന്റെ പേരിലൊന്നും പറയാൻ പറ്റില്ല, നബിദിനാഘോഷം ഷിർക്കാണെന്നും ഒറ്റടിക്കൊന്നും അങ്ങനെ പറഞ്ഞുകൂടാ. അപ്പൊ പ്രസംഗിച്ചു. എടുത്ത മൗലവി സുഹൈർ ചുങ്കത്തറ, ഇവർക്ക് അല്ലെങ്കിൽ എന്ത് ദീനാണുള്ളത്? ഇവിടെ നബിദിനാഘോഷം വിദ്യാർത്ഥാറിന് അതേ മൗലവിമാർ തിരുവനന്തപുരത്തോട്ട് നബിദിന പരിപാടി പങ്കെടുക്കുന്നു. ഇവിടെ നബിദിനാഘോഷം എന്റെ അടുത്ത് തന്നെ നോട്ടീസും പത്രക്കട്ടിങ്ങും ഒക്കെ ഉണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി മൂലമാണ് ഒക്കെ പറഞ്ഞ് തൊട്ടുപോകുന്നത്, വിശദീകരിക്കാത്തത്. തിരുവനന്തപുരത്ത് പോയിട്ട് നബിദിന പരിപാടിയിൽ പങ്കെടുക്കുന്നു. 1990 തിരുവനന്തപുരത്ത് നടന്ന നബിദിന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്താരാ? അതിന് ഒരു മുഖ്യ പ്രഭാഷകനാരാ? മൗലവി സുഹൈർ ചുങ്കത്തറ.
ഇത് നമ്മൾ പ്രസംഗിച്ചപ്പോഴെന്ന് മറുപടി അറിയോ, അത് അറിയാതെ ഒരെല്ലാം പെട്ടതാണ്. നബിദിന പരിപാടി അറിഞ്ഞിരുന്നില്ല. മീലാദ് പ്രഭാഷണം വെണ്ടക്കിൽ എഴുതിയിട്ടുണ്ട് അവിടെ സ്റ്റേജിൽ. കുട്ടികളൊക്കെ ഭാഷ കടമെടുത്ത് പറഞ്ഞ ഒലക്ക മുക്കി എഴുതിയിട്ടുണ്ട് ഇങ്ങനെ മീലാദ് പ്രഭാഷണം. എന്നിട്ട് അതിന്റെ മുന്നിൽ പോയി പ്രസംഗിക്കുമ്പോൾ മുമ്പ് അറിഞ്ഞില്ല. അപ്പൊ നോക്കും പിറ്റത്തൊല്ലം മുമ്പ് പങ്കെടുത്തു. കൊല്ലം തോറും അറിയാതെ വിടണ സൗദി. 90 മാത്രമല്ല 2000, 2002, 2005, 2007 ഇവരുടെ സർവ്വ നേതാക്കളും പങ്കെടുത്ത നോട്ടീസും പത്രകട്ടിങ് നമ്മുടെ കയ്യിലുണ്ട്. 2007 തിരുവനന്തപുരത്ത് നബിദിന സുന്നത്ത്, ഇവിടെ വിദഗ്ധത്ത്. അപ്പൊ സുന്നത്തും വിദഗ്ധ കിലോമീറ്റർ നോക്കിയിട്ടാ, അത് തെക്ക് വടക്ക് നോക്കിയിട്ടാ. എന്താണ് ഇതിന്റെ മാനദണ്ഡം? എന്താണ് ഇതിന്റെ മാനദണ്ഡം? എന്തുകൊണ്ട് പറയാന്ന? അള്ളാന്റെ ദീനല്ലത്. ഒരു ഇതെന്തറിയോ, ഈ സുഹൈർ ചുങ്കത്തന്നെ പ്രസംഗിച്ചെന്തറിയോ, നബിദിനാഘോഷം, നബിദിന സുന്നത്ത്, ആഘോഷം വിദഗ്ധത്ത്. സുന്നത്തായ ഒരു കാര്യം കൂട്ടരെ ആഘോഷിക്കണല്ലേ വേണ്ടത്, അതെടുത്തു വെക്കുക വേണ്ടത്. നബിദിന സുന്നത്ത് തന്നെയാണ് അയാൾ പറയാ. പക്ഷെ ആഘോഷിക്കൽ എന്താ? വിദഗ്ധാണ്. എന്ത് പറ്റിയവർക്കൊക്കെ. ഇനി ഇപ്പൊ ഒരു മൗലവി അടുത്ത് പ്രസംഗിച്ചിരിക്കുന്നു, നബിദിനാഘോഷത്തെ അങ്ങനെ ഒറ്റയ്ക്ക് എതിർക്കാൻ പാടില്ല, അതിലൊരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അടുത്ത് ഒരു മൗലവി, അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ വലിയ സജീവമായിട്ടുള്ളൊരു മൗലവിയാണ് ചുഴലി, അദ്ദേഹം പ്രസംഗിക്കട്ടെ. അതേസമയത്ത് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമുദായം ചരിത്രത്തെ അയവിറക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്തണോ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? റബീഉൽ അവ്വൽ മാസം അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും റബീഉൽ അവ്വലിനെ ഒരു സമയം മാത്രമായി അംഗീകരിക്കുമ്പോൾ അതിന് ശരീഅത്തിന്റെ ഹുക്കുമുകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ മനസ്സിലാക്കി തരാൻ ഉപയോഗിച്ചൊരു മീഡിയ താരീഖ്, ചരിത്രങ്ങൾ. റസൂലുള്ളാഹി തങ്ങളുടെ പൂർവികന്മാരായ അമ്പിയാക്കളെ ചരിത്രം പങ്കെടുക്കാനും സഹാബാക്കൾക്ക് മത്സരിച്ചിട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ടിലെ ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളെ വെച്ചിട്ട് പൂർവികന്മാരായ മഹാന്മാരുടെ ചരിത്രം, ആ ചരിത്രം നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടതേ ആയിരിക്കില്ല, വെറും വ്യക്തിപരമായിരിക്കും ആ ചരിത്രം. അമ്പിയ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പൂർവികന്മാരായ അമ്പിയ മുസ്ലിങ്ങളെ വ്യക്തിപരമായ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് ഹദീസ് ബുഖാരിയിൽ കാണാം. മറ്റാൾ പറഞ്ഞെന്താ? ചരിത്രം പറയലോ മധു പറയലോ ഖുർആനില്ല, ഹദീസിലില്ല. ഇയാൾ പറഞ്ഞതോ ബുഖാരിൽ ആ കഥ ഉള്ളതെന്നാ. നബിദിനൊക്കെ വേണമെന്ന് ഇയാൾ പറയണത്, എതിർക്കേണ്ടതല്ല, പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. നോക്കിന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോജിപ്പല്ലേ ഇവർ പ്രകടിപ്പിക്കുന്നത്? ആ പണ്ട് സുന്നത്തായൊരു കാര്യം ഇപ്പൊ ഇവർക്കത് ബിദ്അത്തായി. പണ്ട് ബിദ്അത്തായ കാര്യം ഇപ്പൊ ഇവർക്ക് സുന്നത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒന്നുമില്ല എന്നും പറഞ്ഞില്ല, ഒരുപാട് മാറി സുന്നത്തെ മാറ്റുന്ന ആശയത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ചില ആൾക്കാർ അങ്ങോട്ട് പോണിപ്പോ. ഇവരിങ്ങനെ പതുക്കെ പതുക്കെ സുന്നത്തെ മാറ്റി ഇങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ അല്ല കുറച്ചൊക്കെ ഓര് പറഞ്ഞിടത്ത ശരിയായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, റബീഉൽ മറക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെറുപ്പം മുതലേ നമ്മളൊക്കെ കേൾക്കുന്നൊരു വിഷയമാണ് മുത്തുനബിയുടെ മധുകൾ. റസൂലുള്ളാഹിന്റെ അസാധാരണത്വമല്ലേ റബീഉൽ അവ്വൽ വരുമ്പോ നമ്മുടെ ഉസ്താദുമാര് പ്രസംഗിക്കാറുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് മഹത്വങ്ങൾ, ആ നബിക്ക് നമ്മളെപ്പോലെയല്ല ഒരുപാട് പ്രത്യേകതകളുടെ ഖുസൂസിയാത്തുണ്ട്. നമ്മളെപ്പോലെയല്ല ഒരുപാട് ഗുണങ്ങൾ റസൂലുള്ളാഹിക്കുണ്ട്. അവിടെ നിന്ന് നേരില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് തയം പിടിച്ചല്ലേ. നമ്മൾ ഇങ്ങനൊക്കെ പറഞ്ഞ് കേട്ട് പ്രസംഗിച്ചു പോന്ന്. പക്ഷെ ഇപ്പൊ ചില ആൾക്കാർ പറയണ അതിപ്പോ അങ്ങനൊന്നും പറയണ്ട, ചിലപ്പൊക്കെ ഉണ്ടാവാം, ചിലപ്പോ ഉണ്ടാവാതിരിക്കാം. അതിന്റെ പേരാ മൂല്യരെ വഹാബിസ് എന്നറിയാം. ഒരു മൂല്യര് പറഞ്ഞോട്ടോ നിങ്ങള്, ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ തീപ്പൊരി പ്രഭാഷകനായിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ചാടി നടന്ന ആളിപ്പോ പറയാണ്, വഹാബികളെപ്പോലും കവച്ചു വെട്ടുന്ന രീതി പറയാണ്, റസൂലുള്ളാഹിക്ക് നേലുണ്ടാകോ? അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പൊ എനിപ്പിക്കുന്ന വൃത്തിയല്ല നമുക്കും തന്നെയല്ലേ, ഇടക്കുണ്ടാവാം ഇടക്കുണ്ടാവാതിരിക്കാം. നട്ടുച്ച നേരം നോക്കിയാൽ നമുക്ക് നേലുണ്ടാവില്ല. അപ്പൊ നബി നമ്മളൊക്കെ ഒരു പോലെയില്ലേ. എവിടേക്കാണ് വഹാബിസത്തിലേക്ക്, യഥാർത്ഥ വഹാബിസത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിനെ കൊണ്ടുപോകുന്നു? എന്നിട്ട് അതിന് തെളിവോ ഹദീസ് ഉദ്ധരിക്കുക. ഹദീസിൽ എന്താ പറഞ്ഞത്? ആ സാധൊന്നും നോക്കണില്ല. നമ്മളെന്തേലും പറയും വേണം, മാത്രമല്ല ആ മറ്റേ സാധനം ഉണ്ടല്ലോ, ആ മുടി അത് നേരാവും വേണം, ഇത്ര ആവശ്യമുള്ളൂ. അതിനു വേണ്ടി നബി എന്തായാലും കുഴപ്പമില്ല, ഇസ്ലാം എന്തായാലും കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്ത് എന്തായാലും കുഴപ്പമില്ല. അപ്പൊ
ഒരു നാടകീയമായ മുഖാമുഖം അവിടെ നടന്നു. ഒരു ചെറുപ്പക്കാരൻ നിശ്ചിച്ചു, അല്ല ഉസ്താദ് നമ്മൾ ഇത് നേരില്ലാന്നല്ല പറഞ്ഞപ്പോ നിങ്ങൾ ഉണ്ട് എന്നല്ല പറയണത്, അപ്പൊ തമ്മിൽ വൈരുദ്ധ്യല്ലേ കേട്ടോളൂ ചോദ്യം. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാം. മനസ്സിലായി, ശരിക്കും മനസ്സിലായില്ലേ? നബി തങ്ങൾക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നർത്ഥമല്ല. അതിനർത്ഥം ഇടക്കൊക്കെ ഉണ്ടാവാം. ഉണ്ട് എന്ന് പറഞ്ഞർത്ഥം എപ്പോഴുണ്ട് എന്നല്ല, പിന്നെ ഇടക്കില്ലാതിരിക്കും ചെയ്യാം. അതിന്റെ പേരാണ് പച്ച മലയാളത്തിൽ വഹാബിസം. ശരിയായി വഹാബികൾ പറഞ്ഞ അതേ ആശയത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ ആളുകളെ കൊണ്ടുപോകുന്നു. വേദനല്ലേ നമുക്കത്, പ്രയാസല്ലേ? ഞാനൊന്ന് വിശദീകരിക്കാൻ ഇപ്പൊ നിൽക്കുന്നില്ല, അതിനെ പറ്റിയ സമയമല്ലല്ലോ. എന്തൊക്കെ വാദങ്ങൾ! വഹാബികൾ പറയുന്ന അതേ വാദങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെള്ളൊക്കെ അവിടെ ഇരിക്കട്ടെ, വേറെ രാഷ്ട്രീയ നിലപാടുകളൊന്നും ഇപ്പൊ നമ്മൾ പറയാതിരിക്കാൻ നല്ലത്. അള്ളാഹിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോന്നും വളച്ചടിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ സുന്നത്തെ മാത്രം എവിടെയും കിട്ടും. നിങ്ങൾ ആലോചിച്ചു, പണ്ടൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നതാ, സുന്നത്തെ മാത്രം പറയാൻ പറ്റും നിങ്ങളെ കൂട്ടത്തിൽ ഒരാളില്ല, നിങ്ങൾ ആരും പറയില്ല, ഞങ്ങളാണ് എല്ലായിടത്തും പറയാ, എവിടെ വന്നാലും. നമ്മളെ കുറിച്ച് ആകെ പ്രസംഗിച്ചിരുന്ന വിഷയമാണെന്ത്? സുന്നി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, അതിന് പറ്റണോ നിങ്ങളെ കൂട്ടത്തിലില്ല, സുന്നി പറയാൻ വിവരമുള്ളവരും നിങ്ങളെ കൂട്ടത്തിലില്ല. ഒരു കാലത്ത് വല്ലാതെ നമ്മളെ കുറിച്ച് പറഞ്ഞ വിഷയമല്ലേ. ഇന്ന് മുജാഹിദ് എവിടെ പ്രസംഗിച്ചാലും മിണ്ടാൻ പോണ്ടെന്നാ. കാരണം എന്താ? അഥവാ മിണ്ടിയാൽ, അഥവാ പോയിട്ട് സുന്നത്തെ മാത്തെങ്ങാനും പറഞ്ഞാൽ പിന്നെ മുജാഹിദ് ചോദിക്കണം, എന്താ ചോദ്യം? എന്താ അടുത്ത മുജാഹിദിന്റെ ചോദ്യം? എന്താ? അല്ല, നിങ്ങളിപ്പോ ഇസ്തിഹാസ ഉണ്ടെന്നല്ല പറഞ്ഞ? ഉണ്ട്. ഇസ്തിഹാസ പറ്റുന്നില്ല? പറ്റും. ആരെങ്കിലും ഇസ്തിഹാസ ചെയ്യുന്നത്? റസൂലുള്ളാഹിനെ. റസൂലുള്ള മരിച്ചില്ലേ? മരിച്ചു. മരിച്ചവർക്ക് മൗഇസത്തുണ്ടോ? ഇല്ല. മരിച്ചവരെ കഴിവ് കഴിഞ്ഞില്ലേ? പൊന്മുള പറഞ്ഞ അതെ. അപ്പൊ പിന്നെന്താ ഇസ്തിഹാസിന്റെ കാര്യം? അപ്പൊ സംഭവം ശരി തന്നെയാണല്ലോ, എന്നാ വേണ്ട, എന്നാ അതിനൊക്കെ നല്ലെന്താ പോകാതിരിക്ക? എണ്ണ കഴിയില്ല. കാരണം നിങ്ങൾ ആവളയിൽ പേരാമ്പ്രയിൽ സംവാദമുണ്ടായപ്പോ ആ സംവാദത്തിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ വാദങ്ങളും SKSFന്റെ ആദർശവിങ്ങായ ഇസ്തിഖാമ നേരിട്ടപ്പോ ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരിയെ പോലെയുള്ള MT അബൂബക്കർ ദാരിമിയെ പോലുള്ള നമ്മളെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നേരിട്ടപ്പോ അതിന്റെ മേൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഓരോ ചോദ്യങ്ങളും കുറിക്കൊള്ളുന്ന ചോദ്യങ്ങളും മറുപടിയുമായിരുന്നു. അതിനുമ്പോൾ പിടിച്ചു നിൽക്കാൻ അവർ കഴിഞ്ഞില്ല. അപ്പൊ ലാസ്റ്റ് ഇയാൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? നിങ്ങളെ നേതാവായി പൊന്മുള പറഞ്ഞിട്ടില്ലേ? നമ്മുടെ നേതാവേ പൊന്മുള നല്ല സാധനം, വേറെ എത്രത്തിന് പറയണ്ടായിരുന്നു? പൊന്മുള പറഞ്ഞിട്ടുണ്ടല്ലോ, മരണത്തോടെ മൗഇസത്ത് മുറിയും. നിങ്ങൾ മരിച്ചവരെ വിളിച്ചിട്ട് പിന്നെ എന്താ കാര്യമുള്ളത്? നിങ്ങൾ പൊന്മണ്ണ തള്ളോ? അയാളെ ചോദിച്ച ചോദ്യം കേൾക്കും. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നേതാവായ പൊന്മള പോലും പറയുന്നു അതൊക്കെ കഴിഞ്ഞു. നമ്മളെ സദസ്സിന് നമ്മളെ കുട്ടികളൊക്കെ നീച്ചിട്ട് പറഞ്ഞു, മൗലവി അത് ഞങ്ങളുടെ നേതാവല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. ഞങ്ങളെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കേട്ടിട്ട് ഞെട്ടിക്കാൻ തരിച്ചിക്കാൻ നിങ്ങൾക്ക് ഏതാ നേതാവ്? ഞങ്ങളുടെ നേതാവ് ഏതാ? സുന്നിയുടെ നേതാവ് ഏതാ? മറീബാത്ത് നേതാവ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് സദസ്സിന്റെ കുട്ടികൾ പറയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ നേതാവ് തന്നെയാണ് പൊന്മള. കേട്ടോളൂ. നിങ്ങൾ തള്ളിയിട്ട് കാര്യമില്ല കൂട്ടരെ, ആദർശപരമായി ഒന്നാണ്. നിങ്ങളെ നേതാക്കന്മാരെന്ന് തള്ളണ്ടേ? എത്ര നേരമായി പറയുന്നു, ഒന്ന് തള്ളണ്ടേ? ഇയാള് നമ്മളോട് ചോദിക്കണം, പൊന്മുള പറഞ്ഞിട്ടില്ലേ മൗഇസത്ത് മുറിഞ്ഞിക്കണു, പിന്നെ എന്താ മരിച്ചവരെ വിളിച്ച് തേടിയിട്ട് കാര്യങ്ങൾ പൊന്മുളിനെ തള്ളുവോ? നമ്മൾ ശരിക്കാണ് തള്ളിട്ടെടുത്തു. ഞാൻ പേരും പറഞ്ഞിട്ട് നടക്കണ്ട. ആ പേരും പറഞ്ഞിട്ട് കാരണം വേറെ ചില ആളുകൾ സംവാദം നടത്തി. ഇവിടെ വേറെ ചില ആൾക്കാരുണ്ടല്ലോ, അവിടെ നിന്ന് വിട്ടും ഇങ്ങോട്ടെത്തിയില്ല, ഒതുക്കുമ്പോൾ കയറിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പുള്ളി കയറിയിട്ടില്ല, ഒതുക്കുമ്പോ ഇപ്പോഴുള്ളു.
ആ ആളുകൾ സംവാദം നടത്തി. ആ സംവാദത്തിൽ വെച്ചുകൊണ്ട് ഇതേ വ്യക്തി ഹനീഫ് കായിക്കോട് ചോദിച്ചു, പൊന്മള പറഞ്ഞിട്ടില്ലേ? മിണ്ടാൻ കഴിഞ്ഞില്ല. ഇപ്പളാ മൂപ്പർക്ക് ഉദയം ഉണ്ടായത്. അപ്പൊ മൂപ്പരിങ്ങനെ പറഞ്ഞു നടക്കണം, അന്ന് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളിതാ പറയണു. നമ്മൾ അന്ന് തന്നെ പറഞ്ഞു, ഹനീഫാൻ ഇരുത്തിയിട്ട് പറഞ്ഞു, പൊന്മളല്ല ഏപ്പിനവരെ ഞങ്ങൾ തള്ളിത്തരാം, അത് ഞങ്ങളുടെ വിഷയത്തിൽപ്പെട്ടതല്ല. കേട്ടോളൂ. ഏതായാലും സാധു നല്ല പെടലവ് പെട്ടിട്ടുള്ളത് പാവം തോന്നുന്നു. ഞങ്ങൾക്ക് ഹനീഫൊക്കെ കൂടി കുറച്ചൊക്കെ വിചാരിച്ചിരുന്നു. ഇത്രത്തോളം ആയിപ്പോയല്ലോ. ഞങ്ങൾ ആലോചിച്ചു പോകാണ്. ഇവിടെ സാധു പറഞ്ഞ് പൊന്മള്ളന്റെ തള്ളാത്തെ അതുപോലെ പൊന്മള്ള ഞങ്ങൾ 1000 വട്ടം തൊള്ളുന്നു. പോരാ, എന്തുകൊണ്ടത് ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയില്ല. പൊന്മളെ ഏപ്പിന് തള്ള ഞങ്ങൾക്ക് പൊന്മള വെച്ചു. അതൊന്നും വിഷയം മാറ്റുന്ന പോലെ വിഷയം മാറ്റണ്ട. പിന്നെ പറഞ്ഞറിയോ, അതോടെ കഴിഞ്ഞ മുപ്പര കാര്യം. കാരണം മുപ്പർക്ക് ആ ഒരു പിടിയുള്ളിണ്ടായിരുന്ന വിഷയതാ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. കണ്ട നിങ്ങൾ ഇപ്പൊ ഒരു സംവാദം അവർ നടത്തുകയാണെങ്കിൽ ഈ ചോദ്യം ചോദിച്ചാൽ അവരെന്ത് മറുപടി പറയും? മറുപടി ഭാഗത്തിന് എന്ത് പറയാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഇപ്പോ സംവാദമല്ല, അപ്പൊ സ്നേഹസംവാദ. അപ്പൊ പടച്ചോനെ പണ്ടൊക്കെ മുജാഹിദിനോട് എങ്ങനെ പെരുമാറുന്നവർ പ്രസംഗിച്ചത്, എങ്ങനെ മുജാഹിദിനെ കാണുന്നത്? ഇപ്പൊ നൗഷാദ് പറയാണ്, നൗഷാദ് ഹസൻ ഒതുക്കിങ്ങൾ പറയാണ്, ഇപ്പൊ സംവാദമൊക്കെ പോയി ഇപ്പൊ സ്നേഹസംവാദമാണ്. നൗഷാദ് ഹസന് ഞങ്ങളിത് പണ്ടേ പറഞ്ഞു, നിങ്ങൾക്ക് തിരിയാൻ കുറച്ച് വൈകി, ഞങ്ങളെന്ത് കേട്ടാനാണ്? പണ്ട് തിരിഞ്ഞപ്പോ നിങ്ങൾ ഉറച്ചതുമില്ല, ഇനി ഞങ്ങളെന്ത് കേട്ടാനാണ്? ഇപ്പൊ മൂപ്പര് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പറയാണ്, ഇപ്പൊ എനിക്ക് സംവാദമൊന്നുമില്ല, സ്നേഹസംവാദമുള്ളൂ ഒന്ന് പറഞ്ഞോട്ടെ മൂപ്പര്. അവര് മാത്രല്ല പണ്ടെങ്ങനെ മതിയായിരുന്നു, ഇപ്പൊ പോരാ. ഇപ്പൊ മുജാഹിദിനെതിരെ നിങ്ങൾ നടത്തുന്ന പരിപാടിയുടെ ഹെഡിങ് സ്നേഹ സംവാദം എന്നാണ്. അത് കള്ള ശരീഅത്താണ്, അത് കള്ള ശരീഅത്താണ്. ഹസൻ മുസ്ലിയാർക്ക് പരിചയമില്ല ഈ സ്നേഹ സംവാദം. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കത്? അക്ബർ മൗലവിയല്ലേ അത് നടത്തിയിരുന്നത്? അക്ബർ മൗലവി എന്ന മുജാഹിദിന്റെ വാക്കിൽ നിന്ന് കടമെടുത്ത സ്നേഹ സംവാദം ഏത് ദുനിയാവിലൊക്കെ ന്യായീകരിക്കാൻ പറയാ? വഹാബിനോടുണ്ടോ സ്നേഹം? മൗദൂദിയോടുണ്ടോ സ്നേഹം? കള്ളത്തരീക്കത്തുകാരനോടുണ്ടോ സ്നേഹം? അൽ ഹുബ്ബു ഫില്ലാഹ്. അതായത് മൂപ്പര് ഉഷാറായിട്ട് പറഞ്ഞു നടക്കണം. അപ്പൊ നമുക്ക് പണി കുറഞ്ഞിട്ടിട്ടുണ്ട്, നമുക്ക് വലിയ ചെലവുമില്ല. ഇപ്പോ മറ്റാളിങ്ങനെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുക നമുക്ക് സുഖമാണ്. കാരണം നമ്മൾ പറയുന്ന വിഷയക്ക് മൂപ്പരിപ്പോ ഇങ്ങനെ ഏറ്റെടുത്ത് പറഞ്ഞെടുക്കുക മതി. അൽഹംദുലില്ലാ ആരേലൊക്കെ പറഞ്ഞാൽ മതി. ഇത് നമ്മളിപ്പോ വഹാബിസവും മൗദൂദിസവും അതിനൊക്കെ ഒന്നായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സുന്നത്ത് ജമാഅത്ത് വരാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചാൽ ഒന്ന് പേരോട് സ്ഥാനം വിളിക്കും. അല്ല ഉസ്താദേ ഇവിടെ മുജാഹിദ് പ്രസംഗിച്ചിട്ട് നിങ്ങളൊന്ന് വേറെടുക്കും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയിൽ പറഞ്ഞിട്ടുണ്ട്, തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ്. ഗസാലിമപ്പോ ഒന്നാണ് ഈ മുടി വന്നതിന് ശേഷം വന്നാണ് ഇഹിയൊക്കെ, മുമ്പൊന്നും ഗസാലിമ ഇഹിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതാ തെളിവ്. അങ്ങനെ തന്നെ ഞാൻ പറയണം. ഇപ്പോ നിങ്ങൾ വിളിച്ചു നോക്കി, എന്നാ അതുകൊണ്ട് അടുത്ത ആൾ വിളിച്ചോളയും. ആരെ? കുറെ ആൾക്കാരുണ്ടല്ലോ, 10 പിരിയാനൊക്കെ ഉടച്ചിട്ട് 10-അപ്പുറക്ക് പിരിഞ്ഞാളാൻ ഒരു കാലത്ത്. ഇപ്പൊ കാണാനില്ല. ആ സാധനം വിളിച്ചു നോക്കി, ഞാൻ കേട്ടോ അപ്പുറത്തെ ഞാൻ ഏതായാലും വിളിക്കില്ല. നിങ്ങൾ ആ SKS ഇസ്തിഖാമിന്റെ കുട്ടികളാരല്ലോ ഓരോ വിളിച്ചോളി, അതൊക്കെ പറയണമെങ്കിൽ. ഇപ്പൊ AP വിഭാഗം ആളുകൾ പല സ്ഥലത്തും മുജാഹിദ് എന്ന് പ്രസംഗിച്ചാൽ നമ്മുടെ കുട്ടികളോട് പറയണു, നിങ്ങളൊന്ന് വെക്കി, ഞങ്ങൾ വേണ്ടത് എന്താണ് ചെയ്തുതരാം, നിങ്ങൾ വെച്ചാൽ മതി. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ഞാൻ പറയട്ടെ, കേരള ചരിത്രത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ്. ഇവിടെ ഒട്ടേറെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇയാൾ ഒരുപാട് സംവാദം നടത്തിയിട്ടുണ്ട്. ഈ പേരുടെ ദിനമാ സക്കാഫി വരെ സംവാദം നടത്തിയിട്ടുണ്ട്. എടമുട്ടത്ത് സംവാദം നടത്തി, ഒസങ്കലിൽ സംവാദം നടത്തി. അവിടേക്ക് മുജാഹിദിന് പള്ളിയുണ്ടായി. എന്നാൽ അൽഹംദുലില്ലാ അന്തസ്സോടെ അഭിമാനത്തോടെ പറയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടന SKSF അതിന്റെ ആദർശവിങ്ങായ ഇസ്തിഖാമ ഒരു സംവാദം നടത്തിയപ്പോൾ അൽഹംദുലില്ലാ മുജാഹിദ് പണ്ഡിതൻ മുജാഹിദ് വിഭാഗത്തിനോടതാ, ഇനി നിങ്ങളെ കൂടെ ഞാനില്ല, ഞാനിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ സമസ്തന്റെ കൂടെ ഇരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ ഒരു പ്രഭാഷകൻ, അവിടെ ഗൾഫ് വേദികളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന സഹോദരൻ, അദ്ദേഹം ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ വേദികളിൽ നിറ സാന്നിധ്യമാണ്. SKS കൊണ്ടോട് എന്തുണ്ടായി, ആദർശപരമായി കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്നതോടെ നമുക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാ ഒരു മുജാഹിദ് പണ്ഡിതനെ വളരെ അഭിമാനത്തോടുകൂടെ നല്ല രീതിയിൽ സുന്നിയാക്കി മാറ്റാൻ കഴിഞ്ഞു. ആയിരിക്കുന്ന അദ്ദേഹം നമ്മുടെ വേദിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എല്ലാ വേദിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്തിഖാമയുടെ പ്രഭാഷണം എന്നെ മാറി ചിന്തിപ്പിച്ചു എന്ന് ഇവർക്ക് പറയാൻ കഴിയോ? അങ്ങനത്തെ ഒരാളെ പറയാൻ കഴിയോ?
അവരുടെ പ്രഭാഷണം കൊണ്ട് ഒരു മുജാഹിദ് പണ്ഡിതൻ സുന്നിയായി എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് ഇടപെടേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. ഇടപെടേണ്ട സ്ഥലങ്ങളൊക്കെ ഇടപെടാറുണ്ട്. അത് ഇടപെടുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും തുടക്കത്തിലത് കയ്പുണ്ടായേക്കാം, ആ കുട്ടികൾ എടുത്തുചാട്ടമാണ് തോന്നിയേക്കാം. അത് എടുത്തുചാട്ടമല്ല, കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളിൽ മാത്രമാണ് എസ്കസ് ഇടപെടാറുള്ളത്. അതിന്റെ ഗുണം കാണാറുമുണ്ട്. ഇടപെട്ട സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ടതുകൊണ്ട് ഗുണമുണ്ടായിട്ടുമുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ ആക്ഷേപിച്ച് നടന്ന ആളുകൾ, ശംസുൽ ഉലമയെ ഒരു കാലത്ത് ആക്ഷേപിച്ച ആളുകൾ, മഹാനായ കെ.ബി. ഉസ്താദിനെ ആക്ഷേപിച്ച ആളുകൾ കണ്ടോ, ഇന്ന് SKS ഇടപെട്ടതുകൊണ്ടല്ലേ ഇപ്പൊ ശംസുൽ ഉലമ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. മഹത്വം പറയുന്ന മാത്രമല്ല, ഒരു സഖാഫി പ്രസംഗിച്ചെന്താ അറിയോ, ശംസുൽ ഉലമ വഫാത്താവണ സമയത്ത് പറഞ്ഞത്രേ സമസ്ത ശരിയല്ല, ഏപ്പിസ്താണ് ശരി, അതുകൊണ്ടാണ് ഞങ്ങളെ കേപ്പിനിപ്പം നിൽക്കുന്നത്. ശംസുൽ ഉലമയെ വഫാത്താവണ സമയത്ത് പടച്ചറബേ, ആരോടത് പറഞ്ഞ അല്ലാഹു അഅലം. ശംസുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു അത്ര എന്ത്, ഞാൻ വഞ്ചിക്കപ്പെട്ടതാണ്, അറിയാതെ പെട്ടുപോയതാണ്. ആദ്യ ആൾ പറയുന്നത് ശംസുൽ ഉലമ വലിയ കറാമത്തുള്ള ആളാണ്. എന്നിട്ട് പിന്നെ പറയാ ശംസുൽ ഉലമ പറഞ്ഞത്ര ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഇപ്പൊ കറാമത്തില്ലേ. പിന്നെ ശംസുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു അത്രേ, എനിക്ക് മനസ്സിലായി സമസ്തയല്ല ശരി, ഇവരുടെ പ്രസ്ഥാനമാണ് ശരി. വഹാബ് സഖാഫി മമ്പാട്ടുകാരൻ അദ്ദേഹം പറയാണ് ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച്. അദ്ദേഹം കർണാടകയിൽ പോയിട്ട് അദ്ദേഹം പ്രസംഗിച്ചതാണ്. അപ്പൊ അയാൾ വിചാരം എന്താ അറിയോ, കർണാടകയിൽ പോയി പ്രസംഗിച്ചാൽ ആരും അറിയില്ലല്ലോ, ഒരാളും കേൾക്കൂലല്ലോ. ഇതേതാ കാലം മൂല്യരെ, ഇത് പഴയ കാലല്ല, അവിടെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ക്ലിപ്പാകും. തങ്ങളൊക്കെ അതിന്റെ വിശിഷ്ട കേരള ഇസ്ലാമിക് ക്ലാസ്സിന്റെ ബഹുമാനായ നൂറുദ്ദീൻ തങ്ങള് APയുടെ പ്രസംഗിക്കുന്ന ഇവിടെ ക്ലാസ് റൂമിലെ ക്ലിപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ആ കാലഘട്ടമല്ലേ. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? ഏതെങ്കിലും കാര്യം പറഞ്ഞൊരു കാര്യം ഇല്ലെന്ന് പറയാൻ കഴിയോ? സംഘടന അതന്നെ. ഒരു കാര്യം നിഷേധിക്കാൻ നിരന്തരമായി അല്ല പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഒരു ഘട്ടത്തിൽ അത് ശംസുൽ ഉലമയെ പറ്റി പറയണതന്നെയാണ്. ഒരുപാട് ഇപ്പൊ ക്ലിപ്പൊക്കെ ശംസുൽ ഉലമയുടെ മദ്ഹനുള്ളൂ. ഷിഹാബുദ്ദീങ്ങളെ മദ്ഹ്, ബാഫക്ക് തങ്ങൾ പടച്ച റബ്ബി അടുത്ത് ബാഫക്ക് തങ്ങൾ പുതിയൊരു കറാമത്ത് കിട്ടും. ഇവരെങ്ങനെ ഉണ്ടാക്കാനാണ്? ഇവർക്കിപ്പൊക്കെ ബാഫക്ക് തങ്ങളെ കുറിച്ചും ശംസുൽ ഉലമയെ കുറിച്ചൊക്കെ പുതിയത് ഇങ്ങനെ പറയണം. ഒരു കാലത്ത് ബാഫക്ക് തങ്ങളെ കുറിച്ച് ഇവർ എഴുതി വെച്ചെന്താ, ഇവരുടെ സെൻസിംഗ് എടുത്ത് നോക്കി നിങ്ങൾ ബാഫക്ക് തങ്ങൾ വിമർശിക്കപ്പെടുമോ എന്ന് പറഞ്ഞിട്ട് തങ്ങളെ ഫോട്ടോ കൊടുത്ത് ബാഫക്ക് തങ്ങളെ രൂക്ഷമായി വിമർശിച്ചവരാ. ചരിത്രം മറക്കാനായിട്ടില്ല. ശിഹാബ് തങ്ങളെ കുറിച്ച് എന്തൊക്കെ എഴുതി വെച്ചൊരു കാലത്ത്. എന്നിട്ട് ഇപ്പൊ പറയാം ശിഹാബ് തങ്ങൾ വലിയ മഹാനാണ്, ശംസുൽ ഉലമ വലിയ മഹാനാണ്. കേട്ടോ ശംസുൽ ഉലമയെ കുറിച്ച് പറയണേ. ശംസുൽ ഉലമയെ ശംസുൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അഹന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ശംസുൽ ഉലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. ഇത് ശരിക്കും മനസ്സിലാക്കിയത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമ. കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമ അതന്നെയാണ് നിങ്ങളെ പുറത്താക്കാനും കാരണം. ശംസുൽ ഉലമയുടെ കറാമത്ത് തന്നെയല്ലേ നിങ്ങളെ പുറത്താക്കിയത്. ശംസുൽ ഉലമ പുറത്ത് നിർത്തിയവരെന്നും പുറത്തന്നെ, അവർ ആരകത്താക്കാൻ ശ്രമിച്ചാലും നടക്കൂല. കാരണം ശംസുൽ ഉലമ പുറത്താക്കിയതാ. നമുക്കറിയില്ലേ, പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് ഒരു കുട്ടിയെ പിടിച്ച് പുറത്താക്കി. പലരും റെക്കമെൻഡ് ചെയ്യുന്നു. എന്തിനാണ് ഒരു കുട്ടി കച്ചറ കാട്ടിയിട്ടില്ല, ജാമ്യയിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് ആ കുട്ടിയെ പുറത്താക്കിയത് പലരും ചോദിച്ചു. ശംസുൽ ഉലമ പറഞ്ഞു, ഞാൻ അവന്റെ മുഖത്ത് കുഫ്രിയത്ത് കാണുന്നുണ്ട്. അതാണ് ശംസുൽ ഉലമ. ആ കുട്ടി പിന്നെ കണ്ടത് എവിടെയാ? ക്രിസ്ത്യാനികളെ സ്റ്റേജിൽ ഫാദറായിട്ടാണ്. അതാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമ കറാമത്തുള്ള മഹാനാണ്. ആ കറാമത്തിന്റെ ഭാഗം തന്നെയാണ് നിങ്ങളെ പുറത്താക്കലും. ഇപ്പൊ അങ്ങനെ വയലറിയാ കറാമത്തുള്ള മഹാനായ ശംസുൽ ഉലമ. പറയട്ടെ, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന സല്ലത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലിവർച്ചകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ള കഴുകിക്കളയുന്നതാണ്. ഓ
മുസ്ലിങ്ങളെ, മഹാനായ ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് ഇനിയൊരു മുസ്ലിമിന്റെ രക്തം ഈ രാജ്യത്ത് ചിന്താൻ പാടില്ല. ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മഹല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. കാരണം മരിക്കുന്നതിന്റെ മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് ശംസുലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് ഞാനിന്ന് ഒഴിവായിക്കണു. ആരോടെ പറഞ്ഞ മമ്പാട്ടക്ക് വിളിച്ചു പറയേ ഈ സക്കാഫിയോടെ, എന്ത് ഞാനിന്ന് ഒഴിവായിക്കണു, ഞാൻ നിങ്ങളപ്പാണ്, നീ കേട്ടുള്ളൂ പറയട്ടെ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് മരിച്ചുപോയത്. താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു, താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തന്റെ കൂടെയുള്ളവർ ചതിയന്മാരും അസൂയാലുക്കളുമാണ്, അവർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് മഹാനായ ശംസുൽ ഉലമ വഫാത്തിന്റെ സമയത്ത് തിരിച്ചറിവ് കിട്ടിയ എന്താണ്? തന്നെ വഞ്ചിക്കപ്പെട്ടതാണ്, തന്നെ ചതിക്കപ്പെട്ടതാണ്, തന്നെ കബളിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇവരൊപ്പമില്ല, ആരൊപ്പമില്ല, സമസ്തന്റെ ഒപ്പമൊന്നുമില്ല, ഷെയ്ഖുനാനൊപ്പാണ് ഞാനുള്ളതെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ അവിടുന്ന് അവരൊപ്പം കൊള്ളാൻ മരിച്ചത്. അതിപ്പോ അടുത്തുണ്ടായ കറാമത്താണ്, ഇതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടോ ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പൊ മറ്റുള്ള പ്രസംഗിച്ചെന്താ അറിയോ? ശംസുൽ വലിയ മഹാനാണ്, ശംസുൽ ഉലമയായിരുന്നു സംസ്ഥാന സെക്രട്ടറി. ശംസുൽ വഫാത്തായപ്പോ പിന്നെ ഇവിടെ സെക്രട്ടറി വേണ്ടേ? അപ്പൊ കാന്തപുര ഉസ്താദ് സെക്രട്ടറി ആയതാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇയാൾ പറഞ്ഞതോ? ഇയാൾ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കൂറ്റമ്പാറക്കാരൻ കൂറ്റങ്ങളെ പറയാ, ചെറുതൊക്കെ പറയണ്ടേ, ഒക്കള് പറയണ്ടേ? ശംസുൽ ഉലമ വഫാത്തായപ്പോ ഇവിടെ സെക്രട്ടറി സ്ഥാനത്ത് ആളില്ല. അപ്പോഴാണ് കാന്തപുരം സെക്രട്ടറി ആയത്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ പ്രസിഡന്റ് പദവിക്ക് ഒരാളില്ല. അപ്പോ ഉള്ള ആള് ഞങ്ങൾ പ്രസിഡന്റായി. എന്താണിതൊക്കെ? ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാലോ? പറയട്ടെ. സഹോദരന്മാര്, താജുൽ ഉലമ വൈസ് പ്രസിഡന്റായും ഉള്ളാളത്തെ തങ്ങൾ താജുൽ ഉലമ വൈസ് പ്രസിഡന്റായും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. എന്ത് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ ഉള്ളാളെ തങ്ങൾ കയറിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ അൽഹംദുലില്ലാ നമ്മൾ സ്വീകരിക്കുമായിരുന്നു. ഇത് അങ്ങനല്ല ഉണ്ടായത്. കണ്ണിയത്ത് ഉസ്താദ് ഇപ്പുറത്തിരിക്കുമ്പോ അതേപോലെ ഒരു കസാരുണ്ടെന്ന് പറഞ്ഞിട്ട് മേനോൻ പറഞ്ഞു കൊടുത്തപ്പോ, മർഹൂം മേനോൻ, ഇനി അങ്ങനെ പറയണം, അയാൾ പോയി. മേനോൻ പറഞ്ഞെന്ത്, നിങ്ങൾ ഇവിടെ ഇരുന്നോളി. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ ഒരു കസാരുണ്ട് പറഞ്ഞിട്ട് അവിടെ കയറിയിരുന്നു. അതാണ് പ്രശ്നം. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി ഇപ്പുറത്തിരിക്കുമ്പോൾ അതേ പേരും പറഞ്ഞപ്പുറത്തിരുന്നു പോയി. അതല്ലേ പ്രശ്നം. ഇയാൾ പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ മറ്റാൾ പ്രസിഡന്റായി. ഒന്നുകൂടി കേൾക്കത് പറഞ്ഞു, ഒന്ന് കേൾപ്പിക്കത്. രണ്ട് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. അങ്ങനെയാണ് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. അങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നിലനിന്നത്. അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. കേൾക്കുന്ന പുതിയ ന്യൂ ജനറേഷൻ മനസ്സിലാക്കുക. ആദ്യം കണ്ണിയത്ത് ഉസ്താദ്, പിന്നെ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ താജുൽ ഉലമ. അവരുടെ നേതൃത്വത്തിന്റെ കീഴിലാണ് നമ്മളുള്ളത്. ഓ അൽഹംദുലില്ലാ. പിന്നെ എന്തിനാ നമ്മളിവരെ എതിർക്കുന്നത്? എന്നാ പിന്നെ അതിനൊപ്പം കൂടല്ലേ നല്ലത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നോക്കും നിങ്ങൾ. ബാക്കി പറയട്ടെ. ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ശംസുൽ ഉലമയുടെ ദർജയ്ക്ക് പഠിച്ചോനെ ഇവരെ ദ്വയങ്ങനെ കാത്തിരിക്കല്ലേ ശംസുൽ ഉലമ. ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അന്നത്തെ ആലിമീങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാര്, സെക്രട്ടറി വഫാത്തായി ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ സമസ്തക്ക് ഒരു അധ്യക്ഷൻ, ഒരു സെക്രട്ടറി. കണ്ടോ ശംസുൽ വഫാത്തായപ്പോ ആ പദവിയിലേക്ക് ആര് കയറിയിരുന്നു? ഈ സാധനം കയറിയിരുന്നു. നിങ്ങൾ ആലോചിച്ചു. ഞാൻ പേരെന്ന് പറഞ്ഞാൽ എന്റെ നാവ് കടത്താൻ ആഗ്രഹിക്കണില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. എന്ത് കളവ് പറയാനൊരു മടിയില്ലാത്ത ആള്. അതിന് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധുക്കള് തലപ്പത്തിരിക്കുന്ന ആൾ അങ്ങനല്ലേ? അയാളെ
ഈ രാഷ്ട്രീയമായിട്ട് ഇടപെട്ട കളവുകളൊക്കെ സുഖാനല്ല, അതന്നെ ഒരു പറയാൻ ഒരു പൊളിറ്റിക്സ് എന്ന ഫോൾഡർ നമുക്കുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സത്യത്തിന് കൂടെ നിൽക്കുക. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കുക. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കടന്നു വന്നാലും എന്റെ പ്രിയപ്പെട്ടവർ വിട്ടുപോകരുത്. ആ പ്രസ്ഥാനത്തിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ SKS. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ആദർശ രംഗത്തായാലും മറ്റു പല രംഗത്തായാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഒരാൾക്കും ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ അതുപോലെ മറ്റൊന്നുണ്ടെന്ന് പറയാൻ കഴിയാത്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് അൽഹംദുലില്ലാഹ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അതിന്റെ പ്രവർത്തകരാകുക, പ്രചാരമാകുക. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇനി ആർക്കും സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാണ് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന വസിയത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് സമയം നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. കാരണം ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മളോട് പ്രസംഗിച്ച ട്രെയിനോടെ കാത്തുക്കൂലല്ലോ. അത് മിസ്സായി കഴിഞ്ഞാൽ കാസർഗോഡേക്ക് എത്താൻ കഴിയില്ല. ഒരു വിഷമം കൊണ്ട് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പ്രത്യേകം വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സദീഖ് നിങ്ങൾക്ക് സ്വീകരിക്കുമാറാവട്ടെ.